സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലും ഇല്ല. അമ്മ ആണിന്റെ ശബ്ദത്തിലും പെണ്ണിന്റെ ശബ്ദത്തിലും പാട്ട് പാടും. ഹലോ, വിശേഷങ്ങളൊക്കെ ചേട്ടൻ ഞങ്ങൾ അങ്ങനെയാണ് കൊമ്പനാനപ്പുറത്തെ. അപ്പൊ ഇവന് ഇറങ്ങിയെന്ന് ആയിക്കോട്ടെ ഞാന്. അപ്പൊ ഇവനെ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വലിയ പണിയൊന്നുമില്ല. അപ്പൊ മരുമോട് വന്നിട്ട് ചെയ്തോട്ടെ എന്നൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന പണികൾ ഞാൻ ചെയ്യും. എന്റെ കുഞ്ഞിനെ സത്യം പറഞ്ഞ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാവുന്ന ഒരു അമ്മയാണ് കേട്ടോ. നിറച്ച് വാങ്ങിണ്ട്. അപ്പൊ നമുക്ക് അധികം നമുക്ക് കുറച്ച് പറിച്ചിട്ടൊക്കെ ഉപ്പിലിട്ട് വെക്കാം. എന്റെ മോളെ എണീറ്റാ. അമ്മ എനിക്ക് എല്ലും പീസ്. ഓ, ഒരുത്തിക്ക് എല്ലും പീസ് തന്നെ ഞാൻ പറഞ്ഞു മേടിച്ചിട്ടുണ്ട്. അപ്പുവിന്റെ ഗ്ലാസ്, ഇത് ശ്രീലക്ഷ്മി ഗ്ലാസ്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് ഇത്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി, പക്ഷെ നമുക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതെ, ഇന്നാണ് നമ്മൾ ആദ്യത്തെ വ്ളോഗ് എടുക്കാൻ പോകുന്നത് അല്ലേ കുഞ്ഞാ? ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പുതിയ ജീവിതം ഇവിടെ തുടങ്ങുക. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലും ഇല്ല. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കണ പോലെ തന്നെ എനിക്ക് തോന്നുന്നേ. ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പേടി വരുമല്ലോ, അയ്യോ നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോവാണല്ലോ, അവിടെ എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെ ചെയ്യണം, കുറെ പ്ലാനിങ് ഒക്കെ ചെയ്യില്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തം വീട് പോലെ എന്നുവെച്ചാൽ ഇവിടൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കിടക്കുകയും നമ്മുടെ ആ വീട്ടിൽ എങ്ങനെയാണോ എനിക്ക് തോന്നുന്നു അതിനേക്കാളേറെ നല്ല ഹാപ്പിയാണ് ഞാനിവിടെ. പിന്നെ നമ്മുടെ അമ്മയൊക്കെ താഴെയുണ്ട്, നമുക്ക് താഴേക്ക് പോവാം. ഞാനും അപ്പോസിനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയായിരുന്നു. നല്ല രസം. നമ്മുടെ ടെറസിന്റെ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇവിടെ എന്ന് വെച്ചാൽ നല്ല കാറ്റ്, എപ്പോഴും നല്ല കാറ്റാ, നല്ല രസം ഇവിടെ. അപ്പൊ നമുക്ക് താഴേക്ക് പോവാം അല്ല കുഞ്ഞാ? താഴേക്ക് പോന്ന് ഫുഡ് കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് ചെല്ലുമ്പോഴേ ഇവിടെ ചാച്ചനും അമ്മയും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചായ ഇടും. ഞാൻ പോയി ചായ ഉണ്ടാക്കി അങ്ങനെ എല്ലാവർക്കും കൊടുക്കും. നല്ല രസമാണ്. പിന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ വാവയും പപ്പയും ഇല്ല അല്ലേ കുഞ്ഞാ? പപ്പ ഒന്ന് വയനാട് വരെ പോയി. പിന്നെ പ്രായമായ അച്ഛനും അമ്മയാ പപ്പയ്ക്ക്, അപ്പോൾ പപ്പ ഇടയ്ക്ക് നോക്കാൻ പോവും. പിന്നെ വാവയാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോയി. എല്ലാവരും വരും. താഴെ നമ്മുടെ ചാച്ചനും പിന്നെ അമ്മയുണ്ടേ. അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം. അമ്മ കുറേ നേരം കൊണ്ട് നോക്കിയിരിക്കുക. നമ്മുടെ ഫസ്റ്റ് വ്ളോഗല്ലേ. ഞാൻ പറഞ്ഞു അമ്മേ നമ്മളിന്ന് വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. അവർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഞാൻ പറഞ്ഞു കാറ്റാ, നോക്കൂ ഈ മുടി വറക്കം നോക്ക് കേട്ടോ, നല്ല കാറ്റ് ഇവിടെ, ഭയങ്കര കാറ്റ്, നല്ല രസമാണ്. ഓ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഇന്നത്തെ സ്പെഷ്യൽ ആണെങ്കിൽ ചിക്കൻ കറി. അമ്മ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്, ചോറും ചിക്കൻ കറി. എന്റെ മോളെ എണീറ്റാ. ചായ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മ എന്താ അമ്മ പറയാറ്? എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വലിയ പണിയൊന്നുമില്ല. അപ്പൊ മരുമോട് വന്നിട്ട് ചെയ്തോട്ടെ എന്നൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന പണികൾ ഞാൻ ചെയ്യും. എന്റെ കുഞ്ഞിനെ സത്യം പറഞ്ഞ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാവുന്ന ഒരു അമ്മയാണ് കേട്ടോ. ഞാൻ പൊക്കി പറയുന്നത് സീരിയസ്ലി. ഞാൻ മേലെ വെച്ച് പറഞ്ഞു അമ്മേ, പക്ഷെ എനിക്ക് വേറൊരു വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഫീലില്ല അല്ലേ. എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഫുള്ള് ഇവിടെ ഓടിച്ചാടി. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എനിക്ക് എപ്പോഴും എന്തോ ഒരു സന്തോഷമാണ്, എപ്പോഴും ഒരു പോസിറ്റീവാണ്. അത് ആരാ പറഞ്ഞ ശ്രീലക്ഷ്മി അല്ലേ? ശ്രീലക്ഷ്മി തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിതും. എന്നും ഉണ്ടാവും. ചായ കുടിക്കാൻ മുന്നേ ചായ കുടിക്കാം.
ഓക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതിയല്ലോ അമ്മ? മൊത്തം ഒഴിക്കാലോ? അത്ര മതി. ഇതുപോലെ എന്താന്ന് വെച്ചാല് ബാക്കി വന്നപ്പോ ചൂടാക്കരുത്. ചൂടാക്കി കുടിക്കുമ്പോ അത് വിഷമായി പോകും. നമ്മളെന്ത് ചെയ്യണം, പാലിട്ട് കാച്ചി വെച്ചേക്കാം, എന്നിട്ട് ചായ വെക്കുമ്പോ ഒഴിച്ചാൽ മതി. ഇവിടുത്തെ രീതികളൊക്കെ വേറെ. ചിക്കൻ എന്റെ മോൾക്ക് വലിയ ഇഷ്ടമല്ല, ഞാൻ ഉണ്ടാക്കി വെച്ചു. എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. വറുത്തിട്ടാ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങളായി, നമ്മളിപ്പോഴാ വ്ലോഗ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം നല്ല തിരക്കായിരുന്നു. 2 ഇവിടെ നമുക്ക് എല്ലാവർക്കും ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മള് കാണിച്ചു തരും അല്ലേ? നമ്മള് ഇവിടുത്തെ ഹോം ടൂറിന്റെ വീഡിയോ ചെയ്യുമ്പോ എല്ലാം കാണിച്ചു തരും അല്ലേ അമ്മ? അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര നാൾ നമ്മള് വ്ലോഗ് എടുക്കാൻ താമസിച്ചതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല് എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അമ്മയാണെങ്കിലും അപ്പൂസാണെങ്കിലും നമ്മളെല്ലാരും കിടന്ന് കൊറേ ഓടി അല്ലേ അമ്മ? കല്യാണത്തിന് മാസങ്ങൾക്ക് മുൻപേ നമ്മൾ ഓട്ടമായിരുന്നു. അമ്മയാണെങ്കിൽ ഇവിടെ ഫുള്ള് വൃത്തിയാക്കലും പരിപാടികളും. ഇപ്പൊ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാക്സിമം ചെലവ് കുറച്ച് എത്ര നന്നാക്കാമോ അത്രയും നന്നാക്കി. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പരിപാടി ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി. എന്നുവെച്ചാ അമ്മ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒന്നും അങ്ങനെ അധികം ഉണ്ടാവില്ല മോളെ, അങ്ങനെ വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടോ. ഞാനിവിടെ വന്നപ്പോഴേ ലൈറ്റ്, പാട്ട്, ഫുഡ്, നല്ല ബിരിയാണി ആയിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. അയ്യോ, കല്യാണത്തിന്റെ അന്ന് ഞങ്ങള് എല്ലാരും നല്ല ക്ഷീണിച്ചായിരുന്നു കേട്ടോ. അപ്പൊ നല്ല രസമായില്ലേ അമ്മേ? അന്ന് ഞങ്ങള് സിമ്പിൾ പരിപാടിയുള്ളൂ. ചെറിയ ലൈറ്റ്സ് ഒക്കെ വെച്ച് ചെറിയൊരു പരിപാടി. അവിടെ ചെന്നപ്പോ വലിയൊരു പന്തലും മറ്റേ ഒരു കേവ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. അവിടെ ചെന്നപ്പോഴേ ഇതൊക്കെ അറിയണേ, ഇവിടെ അതേപോലെ നോക്കിയപ്പോ നല്ല കപ്പയും മീൻകറിയും ബിരിയാണിയും നല്ല ഫുഡും നൂലപ്പം ഒക്കെ ഉണ്ടായിരുന്നു, പൊറോട്ട വെച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാലേ നമ്മുടെ കല്യാണം ഗുരുവായൂർ വെച്ചായതുകൊണ്ടും പിന്നെ അധികം എല്ലാരും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ നാട്ടുകാർക്കും ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഒക്കെ നല്ല അങ്ങനെ നല്ല രീതിയിൽ ഫുഡ് കൊടുത്തിട്ട് പോകണമെന്നായിരുന്നു. അങ്ങനെ അമ്മ ചായ വെച്ചു. എനിക്ക് ഇവിടെ ഗ്ലാസ്, ഇത് ശ്രീലക്ഷ്മിന്റെ ഗ്ലാസ്. അമ്മ എന്നെ ആരെയാണ് ശ്രീലക്ഷ്മി ലക്ഷ്മിയാണല്ലോ. അമ്മ എന്നെ എപ്പോഴും ഷാബിമോളെ വിളിച്ചിട്ടേ ആദ്യമായിട്ട് എന്നിട്ട് ശ്രീലക്ഷ്മിയുടെ ഇഷ്ടായി. എനിക്കിവിടെ സ്പെഷ്യൽ ക്ലാസ്സാണ്. ഞാനിവിടെ ഫസ്റ്റ് ഡേ വന്നില്ലേ, കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ എണീറ്റ് വന്നപ്പോ ഞാനിവിടെ ഗ്ലാസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. അമ്മ ഒരു മിനിറ്റ്, ഒരു ബ്ലാക്ക് ഗ്ലാസ്. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞു ഇനിയും തൊട്ട് ഇവിടുത്തെ എന്റെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇതായിരിക്കും എന്ന് പറഞ്ഞു. പപ്പയ്ക്ക് ഒരു ഗ്ലാസ് ഉണ്ട്. അതെ, ഇത് പപ്പയുടെ ഗ്ലാസ്, ഇത് പപ്പയുടെ വലിയ ഗ്ലാസ്സാ. എന്തിലും പോവും. പിന്നൊരു കാര്യമുണ്ട്, അപ്പൂസ് ആണെങ്കിൽ ചായ കുടിക്കില്ല കേട്ടോ. അപ്പൂസിനെ കാണുന്നില്ലടാ. അപ്പൂസ് അങ്ങനെ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. അപ്പൊ ഇവിടെ ആണെങ്കിലും വീട്ടിലാണെങ്കിലും ചായ അവന്റെ കൂടെ ഞാൻ കുടിക്കും. പിന്നെ പിന്നെ ഉറക്കമൊക്കെ അവിടുത്തെ നല്ലതാ. അധികം പാലിരിക്കുന്നുണ്ടല്ലോ. അതെന്താന്ന് വെച്ചാലേ ചായ നമ്മൾ വെച്ചിട്ട് പിന്നെ ചൂടാക്കുമ്പോഴേ വിഷമാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പാല് കാച്ചി വെച്ചേക്കാം. എന്നിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിൽ കൂട്ടിട്ട് മോൾക്ക് കടുപ്പം കൂടുതലല്ലേ. ഞാൻ ചായ അഡിക്റ്റ് ആണ്. അതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ എനിക്കപ്പൊ ഇവിടെ കടുപ്പം കുറച്ച ചായ ഉണ്ടാക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ഇവിടെ കടുപ്പം കൂട്ടി. സത്യം പറഞ്ഞാലേ ഇപ്പം
നമ്മൾ ഓരോരുത്തരത്തൊക്കെ നോക്കുമ്പോഴേ ഇപ്പൊ ഒരു പെൺകൊച്ചൊരു വീട്ടിൽ കയറി ചെല്ലുവാണെങ്കിൽ അവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ അല്ലേ. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനൊന്നുമില്ല, എനിക്ക് എന്താണ് ഇഷ്ടം അങ്ങനെ അമ്മ ചെയ്തത്. പിന്നെന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാൻ എപ്പോഴും അമ്മ എണീറ്റ് വന്നേ ഒരു 12 മണി എന്ന് വെച്ചാ ഞങ്ങള് റെസ്റ്റ് എടുക്കാം എന്ന് വെച്ചാൽ തലേന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഞാൻ എന്തോ അരമണിക്കൂർ എന്തോ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പൂസാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാരും നമ്മുടെ വാവയാണെങ്കിലും ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാരും എന്ന് വെച്ചാൽ കല്യാണത്തിന്റെ അന്ന് തന്നെയായിരുന്നു ഇവിടുത്തെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് സാധാരണ വെച്ചാൽ അയ്യോ വെളുപ്പിന് എണീക്കണം കുളിക്കണം അങ്ങനെയൊക്കെ ഒരു ചെയ്യണം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യും. അപ്പൊ ഞാൻ രാവിലെ എന്നിട്ട് അമ്മ പറഞ്ഞു നിങ്ങൾ ലേറ്റ് ആയിട്ട് എണീറ്റാൽ മതി, അതുകൊണ്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങി സമാധാനമായിട്ട് എണീറ്റ് വന്നപ്പം ഇവിടെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് വേറൊരു വീട്ടിലാണെന്നുള്ള ഒരു ഫീലും ഇല്ല. എന്ന് വെച്ചാൽ നമ്മുടെ അവിടത്തേക്കാളും എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് സീരിയസ്ലി. എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എത്തിരുമ്പോ ഇവിടെ എല്ലാം റെഡിയാ. ഇപ്പോഴത്തെ എല്ലാം റെഡിയാണ്. ചിക്കൻ വെച്ചിട്ടുണ്ട്, തോരനുണ്ടാക്കി, ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായ ഇത് പപ്പേന്റെ ഗ്ലാസ് ആണ്, പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു പപ്പ വയനാട്ടില് പോയി എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു അപ്പൂസിന്റെ ചായ കൊടുക്കാൻ. അപ്പൂസ് ഇങ്ങനെ ചായ വാങ്ങിക്കും, എന്നിട്ട് തിരിച്ചാ ചായ എനിക്ക് തന്നെ തരും. ചായ കുടിക്കില്ല. ഞാൻ ഇവിടെ 2 ചായ ഒക്കെ കുടിക്കുന്നേ നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ കേട്ടോ. എനിക്ക് വേണം പറഞ്ഞില്ലല്ലോ. ഇത് എനിക്ക് ഈ ഗ്ലാസ് ഭയങ്കര ഇഷ്ടം. ഇത് എവിടെ നമ്മേ ഗ്ലാസ്? അത് വാവ മേടിച്ചോണ്ട് വന്നതാണ്. ആണോ? തൃശ്ശൂരിന്ന്. നല്ലയാ. ഞങ്ങള് ഇവിടെ വന്നിരിക്കാറ്. നല്ല രസം. നല്ല രസമാണ് ഇവിടെ. രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കാം. എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടം നമ്മുടെ മേളിലിരിക്കണത്. അവിടെ നല്ല കാറ്റാ. നല്ല ഞാൻ പറഞ്ഞ വീഡിയോയില് നല്ല കാറ്റാ അവിടെ. നല്ല കാറ്റാ അവിടെ. അവിടെ പക്ഷെ ഞാനെപ്പോഴും ഇവിടെ വന്നിരിക്കും. അമ്മ ഇവിടെ വന്നിരുന്നിട്ട് അവിടെ നോക്ക്, അമ്മ കൃഷ്ണനെ വരച്ച് വെച്ചിട്ടുണ്ട്. സൂം ചെയ്ത് കാണിക്കമ്മേ. അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഗൈസ്, ഈ വീഡിയോ എടുക്കുന്ന ആരെന്നറിയാവോ? നമ്മുടെ അമ്മ. അമ്മയാണ് വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോഗ്രാഫർ അമ്മ. എനിക്ക് അവിടെ ഇരുന്നാലും എന്റെ കണ്ണനെ കാണണം, അതിനാണ് ഞാൻ ഇങ്ങനെ. അമ്മ ഒരു കൃഷ്ണ ഭക്തിയാണ് ഗൈസ്. ഇവിടെ എവിടെ നോക്കിയാലും കൃഷ്ണൻ ഉണ്ടാവും. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്. ചാച്ചനുണ്ടല്ലോ, ചാച്ചൻ സൂപ്പർ ആയിട്ട് കുക്ക് ചെയ്യും. ചാച്ചൻ എന്തൊക്കെയാ അമ്മ ഉണ്ടാക്കുക? പറ. മീൻകറി നന്നായിട്ടുണ്ടാക്കും, പിന്നെ ബീഫ് നന്നായിട്ടുണ്ടാക്കും. ചാച്ചൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്ന ചാച്ചന. അതെ, അമ്മയും ചാച്ചനും കൂടെ ആണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് അല്ലേ അമ്മേ? ഫുഡ് കഴിച്ചാലോ? ചാച്ചനെ അപ്പൂസിനെ വിളിച്ചേ. നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ടല്ലോ, വീട്ടിൽ നിന്ന് കുറച്ച് ഏത്തവാഴയുടെ കന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് വളർന്നു, അത് കാണിക്കാൻ വേണ്ടിട്ട് ചാച്ചൻ വിളിച്ചേ. ചാച്ചനാ നട്ടത് ഇതല്ല? അവിടെ ഉണ്ടോ? എനിക്ക് ഇതിലെ പോകാൻ പറ്റില്ല, ഇവിടെ വിറകായതുകൊണ്ട് അവിടെ ഉണ്ട്. ഞങ്ങള് ഇവിടുത്തെ മാങ്ങ എല്ലാം കൂടെ പറിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒരു സോണക്കി കഴിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് അല്ലായിരുന്നോ? ഇന്ന് നമുക്ക് അങ്ങനെ ചെയ്യണേ. ചാച്ചൻ നിക്കുന്ന നോക്ക്. ഫുഡ് കഴിക്കാം നമുക്ക്. ഇത് ഞാൻ പക്ഷിക്ക് വെള്ളം വെക്കുന്നതാ, കണ്ടോ? എവിടെ അമ്മേ? ഇത് കാണുമ്പോ എനിക്ക് നൊസ്റ്റാൾജി അടിക്കുന്നതെന്ന് വെച്ചാലേ, നമ്മുടെ പഴയ വീട്ടിൽ വെച്ച് ഞാൻ എന്റെ അണ്ണാറക്കുട്ടന്മാർക്കൊക്കെ അമ്മ ഇപ്പൊ പറഞ്ഞിട്ട് എനിക്ക് അണ്ണാറക്കുട്ടന്മാരെന്നൊക്കെ വരുന്നത്. ഞങ്ങൾ അണ്ണാറക്കണ്ണെന്ന് പറയണേ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇതേപോലെ ഇങ്ങനെ മരത്തിൽ കെട്ടിയിട്ടിട്ട് അതിനകത്ത് ഫുഡ് കൊടുക്കുമായിരുന്നു.
വെള്ളമൊക്കെ ഇവിടെ വന്നപ്പോ എന്റെ സെയിം വൈബുള്ള അമ്മ. ഇവിടെ നമുക്ക് കണ്ണാറക്കുട്ടന്മാരൊക്കെ വരില്ലേ കിളിയൊക്കെ. അമ്മ ഇത് പഴുക്കുമ്പോ നല്ല മധുരമാണോ അമ്മ? ഓ എന്തിനു നല്ല മധുരാന്നറിയോ? ആണോ? നിറച്ച് വാങ്ങിണ്ട്. അപ്പൊ നമുക്ക് അധികം നമുക്ക് കുറച്ച് പറിച്ചിട്ടൊക്കെ ഉപ്പിലിട്ട് വെക്കാം. അച്ചാറിടാം, ഉപ്പിലിടാം. നല്ലതാ. കുറച്ച് പഴുപ്പിക്കാനും വെക്കാം. ഞാൻ ഇങ്ങനെ കറക്കും. അയ്യോ തല ഇറങ്ങും. നല്ല കാറ്റ് ഇവിടെ. ഇവിടെ കടലടുത്തുണ്ടോ? കടല് കടലൊന്നും നടത്തില്ല. അയ്യോ അമ്മ തല ഫുഡ് കഴിക്കാവാ. മാമു ഉണ്ടാ മാമു. ചോറുള്ള മറ്റേ പിന്നെ എന്തോരം വേണമെന്ന് പറഞ്ഞോളൂ. അമ്മക്കറിയാലോ. ആകെ പൂച്ച കൊടുക്കുന്നത്ര ചോറുണ്ടോളൂ. പോരാ. ഇവിടെ എപ്പോഴും നമുക്ക് അമ്മ ചോറ് വിളമ്പി തരണേ. അത് ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാ. ഞങ്ങളെല്ലാരും ഒന്നിച്ചിരിക്കുള്ളൂ. എത്ര നേരം വൈകിയാലും ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കൂല. എല്ലാരും ഒന്നിച്ചിരിക്കാതെ. അമ്മ ഇങ്ങനെ ചോറ് നല്ല ടേസ്റ്റാ. അമ്മ എനിക്ക് എല്ലും പീസ്. ഓ ഒരുത്തിക്ക് എല്ലും പീസ് തന്നെ ഞാൻ പറഞ്ഞു മേടിച്ചിട്ടുണ്ട്. എനിക്ക് ചിക്കനകത്ത് എല്ലിന്റെ സൈഡിലുള്ള പീസ് ഏറ്റവും ഇഷ്ടം. മതി 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 മതി. ഗ്രേവി വേണ്ടേ? വയറ് നിറച്ച് കഴിച്ച് വണ്ണം വെക്കണം എന്ന് പറഞ്ഞാൽ അമ്മേന്റെ അത്ര വണ്ണം ഒരിക്കലും വെക്കരുത് കേട്ടോ. അമ്മ ഇത് കുറയ്ക്കാൻ നോക്കണേ പണി. അത് കുറയമ്മേ. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ. തോരൻ സൂപ്പറാ. മറ്റേ ബീൻസ് തന്നെ. സലാഡ് ആവശ്യത്തിന് എടുത്തോ. അമ്മ ഇവിടെ രാവിലെ എന്തെല്ലാം ഉണ്ടാക്കുന്ന അറിയോ? എനിക്ക് 50 പേര് വന്നാലും 50 പേർക്കും വെച്ച് വിളമ്പാന് ഞാൻ വെച്ചോളാം കേട്ടോ. ഇതമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയതാ. ചള്ളാസ് സൂപ്പറാ അമ്മ. എന്റെ ഭക്ഷണത്തിനൊന്നും ആരും കുറ്റം പറയാറില്ല കേട്ടോ. വെള്ളം കുടിക്കും. മുൻകൂർ ജാമ്യാണോ അമ്മേ? അങ്ങനെയൊന്നുമില്ല. ചാപ്പി ഉള്ള കാര്യം തുറന്നു പറയും അല്ലേ? അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇത് വെച്ച് പറയും. ഞാൻ വന്ന പിന്നെ ഇവിടെ വേറൊരു കാര്യം തുടങ്ങി. ഇവിടെ എല്ലാരും വെള്ളം ഫ്രിഡ്ജില് വെച്ച് കുടിക്കാൻ ചെയ്യണം. തിളപ്പിക്കില്ല. ഞാൻ വന്ന പിന്നെ തിളപ്പിച്ച വെള്ളം ഉണ്ടാക്കി തരും. ആകാശപ്പിനിക്ക് പേടിക്കേണ്ട വന്നു ഞാൻ. അയ്യോ നല്ല രസമുണ്ടമ്മേ. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മള് ചോറെല്ലാം കഴിച്ച് സൂപ്പറായി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് അമ്മയെ കൊണ്ട് മേലേക്ക് വന്നു. ഇവിടെ നല്ല രസം. ഇവിടെ നല്ല കാറ്റ് എപ്പോഴും. ഇവിടെ വന്നിരിക്കാൻ നല്ല രസം. ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഇവിടെ ഇരിക്കും. എന്നിട്ട് കൊറേ നേരം വന്ന് നല്ല രസാ. ഞങ്ങൾ ഇവിടെ അല്ല ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇരിക്കണേ. ഇവിടെ ഇവിടെ കുഞ്ഞാ നമ്മുടെ ബൊക്ക കാണിച്ചു കൊടുക്കണ്ടേ? നമുക്ക് അങ്ങോട്ട് പോയനി. ഇത് അപ്പുറത്തെ സൈഡാ. അങ്ങോട്ട് പോണെങ്കിൽ നമ്മൾ ഇതിലേ കയറി പോണം. ഈ മാവ് കണ്ടോ? ഈ മാവിന്ന് ഞങ്ങള് മാങ്ങ അടിച്ചിട്ട്. അതല്ല കോമഡി, അതല്ല അമ്മ. ഞങ്ങളെ അന്ന് നിങ്ങള് പുറത്തു പോയില്ലേ? അപ്പൂസ് ആണെങ്കി താഴെ ഇത്രയും ഉയർത്തിയിട്ട് താഴെ പോയി എന്നിട്ട് മാങ്ങ കുറെ അടിച്ചിട്ടു. എന്നിട്ട് ഞാനത് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉണക്കാൻ വേണ്ടി ടെറസിന്റെ മുകളിൽ കയറി. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോ ഇവിടെ വെക്കുന്ന മാങ്ങ തോട്ടിവിട്ട് പറിച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു ആ മാങ്ങ. അതിനാണ് അപ്പൂസ് കൊറേ എഫോർട്ട് എടുത്ത് അതെല്ലാം ഒന്ന് അടിച്ചിട്ടു. എന്നിട്ട് ആ സൈഡിൽ നിന്നത് മൊത്തം നോക്ക് കണ്ട നല്ല മാങ്ങയാ. നല്ല പുളിയാ. അയ്യോ ഇത് ഓർമ്മയുണ്ടോ ഗൈസ്? ഇവിടുത്തെ റിസപ്ഷന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ റിസപ്ഷൻ വീഡിയോയില്? അപ്പൂസ് വന്ന കല്യാണ വണ്ടിയിൽ വെച്ചിരുന്ന ബൊക്കയാ. ഇത് എനിക്കിങ്ങനെ ഫ്രെയിം പോലെല്ല സെറ്റ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വൈറ്റ് റോസ് വേണമെന്ന് പറഞ്ഞപ്പം അവൻ ചെയ്തത്. എനിക്ക് വൈറ്റ് റോസ് വേണമെന്നല്ല, എനിക്ക് വൈറ്റ് റോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവൻ ആ കല്യാണ വണ്ടി മൊത്തം വൈറ്റ് റോസ് കൊണ്ട് അലങ്കരിച്ചു. ഇത് ഞാൻ എന്റെ ലൈഫ് ലോങ് ഞാനിത് സൂക്ഷിച്ചു വയ്ക്കും. അമ്മയെ കാണിക്കാം. അമ്മ ഇത് ഞങ്ങള് വീഡിയോ
എടുത്തോണ്ടിരുന്നപ്പോ ആ വീഡിയോ അമ്മ എടുക്കുന്നു. അമ്മ സുന്ദരിയായിട്ടുണ്ട് നോക്ക്. ഈ സൗന്ദര്യം വലിയ ശാപം പല. അയ്യോ ഇനി ഞങ്ങള് കുറച്ചു നേരം ഇവിടെ ഞങ്ങള് വന്നിരിക്കാറ് കണ്ടോ, വർത്താനം പറഞ്ഞിരിക്കും. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല കാറ്റ് എപ്പോഴും കണ്ടോ. ഇവിടെ ഒരു കട്ടിലുണ്ട്, ഇവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, നല്ല രസാ. വാണ്ടേ നമുക്ക് ഇവിടെ ഇരുന്നോണ്ടല്ലോ സമയം പോകുന്ന അറിയില്ല, നല്ല രസാ. കൊമ്പിലെന്തുണ്ട് കൊമ്പിട്ടിരുപ്പാനോ കൊമ്പനാനപ്പുറത്ത്. അപ്പൊ ഇവന് ഉറങ്ങിയെന്ന് ഓർക്കോട്ടെ ഞാന്. അപ്പൊ ഇവന് കൊമ്പനാനപ്പുറത്ത് അങ്ങനെയൊക്കെ പറയുമ്പോ അപ്പൊ ഞാനേ അയ്യോ ഇത് ഉറങ്ങിയില്ലേ, ഉറങ്ങിയെന്ന് ഓർത്തിട്ട് ഞാൻ അമ്മ പറയാ കൊമ്പനാനപ്പുറത്ത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇതുവരെ പറയാത്തതായിട്ടുണ്ട്. അമ്മ 2 ശബ്ദത്തിൽ പാട്ട് പാടും. അമ്മ ആണിന്റെ ശബ്ദത്തിലും പെണ്ണിന്റെ ശബ്ദത്തിലും പാട്ട് പാടും. അത്ര നന്നായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. അമ്മ ഒരു പാട്ട് പാടും. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയാം. 2 പേര് പാടി. റെഡി 1 2 3 സ്റ്റാർട്ട്. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ലാ കഥ ചൊല്ലാതെടിയോലവാലി വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുമ്പി പോൾ തുള്ളാതെടി തുളുമ്പാതെടി തമ്പുരാട്ടി. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ആരൊക്കെ പാട്ട് പാടുന്ന അറിയാവോ? അമ്മ പാട്ട് പാടും, അപ്പൂസ് പാട്ട് പാടും, വാവ പാട്ട് പാടും അല്ലേ? ആ പപ്പ പാട്ട് പാടും. പപ്പ പിന്നെ തബലയൊക്കെ വായിക്കും. അമ്മ തബല വായിക്കും. പിന്നെ ആണോ? ഞാൻ ഇതിനെ കേട്ടിട്ടില്ല. വായിച്ച് കാണിക്കണേ എന്നെ. ആ ഇവിടുത്തെ തബല ഒന്ന് പൊട്ടിയിരിക്കും, അത് നമുക്ക് ശരിയാക്കിയിട്ട് അമ്മ കാണുന്നതാണ്. അതെ അതെ അതെ. അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ചു നേരം ഇവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കാം. ഞാൻ ഫോണിലൊക്കെ വിളിച്ച് പറ്റിക്കാറുണ്ട് കേട്ടോ. അമ്മ എന്നെ ഹലോ വിശേഷങ്ങളൊക്കെ അല്ലേ ചേട്ടൻ ഞങ്ങൾ അങ്ങനെയാണ് അമ്മേ ഓരോ സടങ്ങി ഇങ്ങനെ കോൾ ചെയ്ത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു പപ്പയായിരിക്കും. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി അതിന്റെ അമ്മ കാണാതെ പോകുന്ന കഴിവുകളായിരുന്നു ഒക്കെ ഇതൊക്കെ. എന്റെ മോള് വന്നപ്പോഴാണ് 4 പേരുടെ മുന്നിലൊക്കെ നേര് പറഞ്ഞു കേട്ടോ ഉള്ള കാര്യം പറയാല്. കുറച്ച് പടം വരയ്ക്കും, തവല വായിക്കും, 2 ഇതിലൊക്കെ ശബ്ദം. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ആരും ഒന്നും കാണുന്നില്ല. പിന്നെ സ്കൂളിലൊക്കെ പാടുമായിരുന്നു കേട്ടോ പണ്ട്. പിന്നെ അമ്മ കഥാപ്രസംഗം പറയും. ഞാൻ കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ മമ്മിയാണ് കഥ എഴുതുന്നയാള്, പറഞ്ഞൊക്കെ കൊടുക്കും. അപ്പൂനൊക്കെ പണ്ട് ജില്ലാതല മത്സരത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എവിടെ പറഞ്ഞാലും. പിന്നെ മമ്മി എന്ന് പറയുമ്പോ മമ്മീന്റെ ജീവിതത്തിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് മമ്മി കഥ എഴുതുന്നത്. എല്ലാവരും നല്ല കലാകാരന്മാരാ. നമ്മള് നാളെ മമ്മിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് നാളെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയില് കാണിക്കാം. നാളത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇനി വരുന്ന വീഡിയോയില് കാണിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഒപ്പം ചെയ്താലോ അമ്മേ? അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.